അത് പി.വി. അൻവറിനെ കൂടി UDF-ൽ ഉൾപ്പെടുത്തി മുന്നോട്ട് പോകണമെന്നായിരുന്നു സുധാകരൻ്റെ താല്പര്യം. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അത് UDF-ൽ നടക്കാതെ പോയി. UDF നേതൃത്വത്തിലെ പല ആളുകളും പി.വി. അൻവർ ഈ UDF സ്ഥാനാർത്ഥിയെ തള്ളിപ്പറഞ്ഞതോടെ അവർക്ക് ഉള്ള താല്പര്യം നഷ്ടപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കെ സുധാകരൻ കൂടി ഇന്ന് നിലമ്പൂരിൽ എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ പ്രചാരണം കുറച്ചുകൂടി കടുപ്പിക്കാൻ തന്നെയാണ് കെ സുധാകരൻ്റെ വരവും. സുഹൈൽ മുഹമ്മദ് നിലമ്പൂരിൽ നിന്ന് ചേരുന്നു. സുഹൈൽ, ഈ കാര്യത്തിലെ കൂടുതൽ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SK. ഇനിയൊരു 12 ദിവസം മാത്രമാണ് ജനഹിതം രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനുള്ളത്. ഈ നിലമ്പൂരിൻ്റെ മേഘം കാർമേഘമാണ്. ഇവിടെ മഴ അല്പമായി പെയ്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ തെരഞ്ഞെടുപ്പ് കോതയുടെ ചൂട് അത് അല്പം പോലും പിന്നോട്ട് പോകുന്നില്ല എന്നതിൻ്റെ നേർക്കാഴ്ച നമുക്ക് നിലമ്പൂരിൽ എവിടെയും കാണാനാകുന്നത്. ഈ കുറഞ്ഞ ദിവസം മാത്രം ഇനി ജനഹിതം രേഖപ്പെടുത്താൻ ബാക്കിയുള്ളപ്പോൾ മുന്നണികളെല്ലാം വീറും വാശിയോടുകൂടിയുള്ള പ്രചാരണത്തിലാണ് നിലവിൽ ഉള്ളത്. നമുക്കിനി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് ആര്യാടൻ ഷൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അമരമ്പലത്താണ് പഞ്ചായത്ത് പര്യടനം തുടങ്ങുന്നത്. അവിടെ അബ്ദുസമദ് സമധാനിയാണ് ഈ പഞ്ചായത്ത് പര്യടനത്തിന് തുടക്കം കുറിക്കുന്നത്. ഈ അമരമ്പലം പഞ്ചായത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ LDF-ന്റെ കോട്ടയ ഒരു പഞ്ചായത്താണ്. അതായത് LDF-ന്റെ സ്വാധീന മേഖലയിലാണ് ഇന്ന് ആര്യാടൻ ഷൗക്കത്ത് പഞ്ചായത്ത് പര്യടനം തുടങ്ങുന്നത്. SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പിൻ്റെ UDF തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പര്യടനങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറയുമ്പോൾ ഏറ്റവും സവിശേഷമായി നമ്മൾ പറയേണ്ട കാര്യം കെ സുധാകരൻ്റെ സാന്നിധ്യം തന്നെയായിരിക്കും. ഇന്ന് വൈകിട്ട് ഈ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പഞ്ചായത്ത് പര്യടനങ്ങൾ തീരുന്നത് എരുമമുണ്ട പഞ്ചായത്തിലാണ്. ഈ സമാപന സമ്മേളനത്തിൽ കെ സുധാകരൻ പങ്കെടുക്കുന്നു എന്നുള്ളത് തന്നെയാണ് രാഷ്ട്രീയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി സംബന്ധിച്ച് UDF-ൽ എടുത്തു പറയേണ്ട കാര്യം. നേരത്തെ UDF-ന്റെ കൺവെൻഷനിലും നേതൃയോഗങ്ങളിലും കെ സുധാകരൻ്റെ അസാന്നിധ്യം വലിയ ചർച്ചയായിരുന്നു. അപ്പോൾ ഈ അസാന്നിധ്യം ചർച്ചയാക്കുന്ന നേതാക്കളെ തിരിച്ചെത്തിച്ച് ഈ പ്രചാരണത്തിൽ സജീവമാക്കി പാർട്ടിയിൽ ഭിന്നതകളില്ലെന്ന് ഉറപ്പിക്കുന്ന തരത്തിലൊരു പ്രചാരണ സ്ട്രാറ്റജിയാണ് നിലവിൽ UDF മുന്നോട്ടെടുക്കുന്നത്. നമ്മൾ പാലക്കാട് കണ്ട രീതിയിൽ തന്നെ ഈ VD സതീശൻ്റെ നേതൃത്വം, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ നേതൃത്വത്തിൽ ഒരു സീനിയർ നേതാക്കളുടെ നേതൃത്വം അവിടെ ക്യാമ്പ് ചെയ്യുമ്പോൾ തന്നെ യുവ നേതാക്കളും അവരുടേതായ രീതിയിൽ ഇലക്ഷൻ സ്ട്രാറ്റജികൾ മുന്നോട്ട് കൊണ്ടുപോയി വീറും വാശിയോടുള്ള ഒരു പ്രചാരണ രംഗം ഇവിടെ കൊഴുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് LDF-ഉം UDF-ഉം. UDF-ന്റെ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ നിലവിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും മുതിർന്ന നേതാക്കളടക്കം ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇനി ഇവർ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ രാഷ്ട്രീയപരമായും ഒപ്പം തന്നെ ഈ മണ്ഡലത്തിൻ്റെ വികസന കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയുമാണ് ഇപ്പോൾ കോൺഗ്രസും UDF-ഉം മുന്നോട്ട് പോകുന്നത്. ഓക്കെ, താങ്ക് യു. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് തത്സമയം ചേർന്നത്.